പ്രിയമുള്ളവരെ, വചനജ്വാല 1219 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 1 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഈ പുതുവർഷ പൊൻപുലരിയിൽ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ജോബിന്റെ പുസ്തകം 41 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നിനക്ക് മുതലയെ ചൂണ്ടയിട്ട് പിടിക്കാമോ? അവന്റെ നാക്ക് ചരടുകൊണ്ട് ബന്ധിക്കാമോ? അവന്റെ മൂക്കിൽ കയറിടാമോ? അവന്റെ താടിയിൽ ചൂണ്ട കോർക്കാൻ പറ്റുമോ? അവൻ നിന്നോട് ഏറെ യാചിക്കുമോ? അവൻ നിന്നോട് മൃദുലമായി സംസാരിക്കുമോ? എന്നും നിനക്ക് ദാസനായി ഇരുന്നു കൊള്ളാമെന്ന് അവൻ നിന്നോട് ഉടമ്പടി ചെയ്യുമോ? ഒരു പക്ഷിയോടെന്ന പോലെ നീ അവനോട് കളിക്കുമോ? നിന്റെ ബാലികമാർക്ക് വേണ്ടി അവന് തോൽവാറിടുമോ? വ്യാപാരികൾ അവന് വേണ്ടി വില പേശുമോ? അവർ അവനെ കച്ചവടക്കാർക്ക് പകുത്ത് വിൽക്കുമോ? നിനക്ക് അവന്റെ തൊലി ചാട്ടുളി കൊണ്ടും അവന്റെ തല മുപ്പല്ലി കൊണ്ടും നിറയ്ക്കാമോ? അവനെ ഒരിക്കൽ തൊട്ടാൽ നീ വീണ്ടും തൊടണമെന്ന് ആഗ്രഹിക്കുകയില്ല. ആ യുദ്ധം നിനക്ക് മറക്കാനാവില്ല. അവനെ കാണുന്നവന്റെ ധൈര്യം അറ്റുപോകുന്നു. കാണുന്ന മാത്രയിൽ അവൻ നിലം പതിക്കുന്നു. അവനെ ഉണർത്താൻ തക്ക ശൂരനില്ല. പിന്നെ എന്നോട് എതിർത്ത് നിൽക്കാൻ ആരുണ്ടാകും? ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് ആരെങ്കിലും എനിക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ടോ? ആകാശത്തിന് കീഴുള്ളതൊക്കെയും എന്റേതാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ കന്യകാമറിയത്തിന്റെ ദൈവ മാതൃത്വ തിരുനാളോടുകൂടി ഇന്നത്തെ നവവത്സരം ആരംഭിക്കുകയാണ്. ഈ നവവത്സരത്തിൽ ദൈവമാതാവിനെ നമ്മുടെ അമ്മയായി നമുക്ക് കാണാം. ദൈവമാതാവ് എത്ര അവർണ്ണനീയമായ ഒരു സ്ഥാനം! സ്വർഗത്തെയും ഭൂമിയെയും അതിശയിപ്പിക്കുന്ന ഒരു മഹത്വനാമം ദൈവമാതാവ്. പ്രിയരെ, ഇന്ന് ദൈവമാതാവായ കന്യകാമറിയത്തെയും നമ്മുടെ ഉണ്ണീശോയുടെ ഛേദനാചാരത്തെയും അനുസ്മരിക്കുന്ന പൊൻ സുദിനങ്ങളാണ് ഇന്ന്. ഈശോ യഹൂദ നിയമമനുസരിച്ച് ഛേദനാചാരത്തിന് വിധേയനായി. എല്ലാ നീതിയും നിറവേറ്റാനും ദൈവ നിയമത്തോട് അനുസരണ പഠിപ്പിക്കാനും ലോകത്തിലേക്ക് വന്ന ഈശോ മൂശയുടെ നിയമമനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വിജാതിയിൽ നിന്ന് വേർതിരിച്ച് ഏകദൈവവാദം ഉറപ്പിക്കാനാണ് അബ്രാഹാമും സന്തതികളും ഛേദനാചാരം ചെയ്യണമെന്ന് നിശ്ചയിച്ചത്. 8 ദിവസം തികഞ്ഞു. പരിച്ഛേദനത്തിന് സമയമായി. ശിശുവിനെ ഈശോ എന്ന് പേരിട്ടു. ദൈവദൂതൻ നൽകിയ പേരാണ് ഈശോ. എത്ര
പരിശുദ്ധമാണ് ഈ നാമം. രക്ഷകൻ എന്നർത്ഥമുള്ള ഈ നാമത്തിലല്ലാതെ വേറൊരു നാമത്തിലും രക്ഷയില്ല. ഈ നാമം ഉച്ചരിക്കുമ്പോൾ ഭൂവാസികളും സ്വർഗവാസികളും മുട്ടുമടക്കുന്നു. പിശാചുക്കൾ പലായനം ചെയ്യുന്നു. ഈശോ എന്ന നാമം എൻ്റെ അധരങ്ങൾക്കും ഹൃദയത്തിനും മധുവായിരിക്കും. ആ തിരുനാമം ഉച്ചരിച്ച് അന്ത്യശ്വാസം വലിക്കാൻ നമുക്ക് ഈശോയുടെ മധ്യസ്ഥം തേടാം. ഈ പുതുവർഷ പൊൻപുരയിൽ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും ഇന്ന് 1-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഇളയ മകൻ ഫെബിനും സാന്ദ്രയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ടും എല്ലാവരെയും ഈ ഒരു നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും സ്നേഹത്തോടെ ആശംസിക്കുന്നു.